ഇനി സിഖുകാരെ പറ്റി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. സിഖുകാരുടെ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സിഖുകാർക്ക് നോർത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, സിഖുകാർക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്നത് ഇന്ത്യയിലാണ്. ഒരുപാട് ബഹുമാനം. ഞാനും പറയണം, എന്റെ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്നു. ഇപ്പോഴും ഞാൻ നോർത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സർദാറിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സത്യാവസ്ഥ പറയാം. അവരെ കാണുമ്പോൾ എന്താ ഇവര് നമ്മളെ പോലെ അല്ലെന്നേ, ഇവര് ഭയങ്കര വീരന്മാരും അതിഭയങ്കരമായ രാജ്യസ്നേഹികളും. ഇവർ എടുത്തു പറയാം, നമ്മൾ ബഹുമാനിച്ച് തൊഴുതു പോകുന്ന ഒരു ക്ലാസ് ആണ് സിഖുകാർ എന്ന് പറയുന്നത്. പഞ്ചാബിലെ ഒരു കൾച്ചർ അനുസരിച്ച്, രാഹുൽ ഗാന്ധി ഇത് അറിയാതെ പറയുന്നത്, പഞ്ചാബിലെ ഉള്ള കൾച്ചർ അനുസരിച്ചിട്ട് അവിടെ ഹിന്ദുക്കളും സിഖുകളും എങ്ങനെ കഴിയുന്നതെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിൽ ഇപ്പൊ ഒരു സിഖ് ഫാമിലിയിൽ എന്തെങ്കിലും, നമ്മുടെ ഇവിടെ ആണെങ്കിലും ഒരുപാട് കുടുംബങ്ങളിൽ, ഇപ്പം ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചും, എന്തെങ്കിലും ഒരു നേർച്ച ഇടുമ്പം അടുത്ത് എന്റെ മോളെ കന്യാസ്ത്രീയാക്കാം, അല്ലെ മോനെ അച്ഛനാക്കാം എന്നൊരു നേർച്ച നമ്മൾ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അവിടെ ഹിന്ദുക്കള് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ഇതുപോലെ ഒരു നേർച്ച ഇടുന്നതാണ് ഗുരുദ്വാരയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. ഹിന്ദുക്കൾ ഗുരുദ്വാരയിൽ പോകും, സിഖുകാർ അമ്പലങ്ങളിലും വരും. ഇതാണ് അവിടുത്തെ കൾച്ചർ. ഗുരുദ്വാരയിൽ പോയിട്ട് ഹിന്ദുക്കൾ പോയിട്ട് പ്രാർത്ഥിക്കും, എന്റെ മോനെ സർദാർജി ആക്കിക്കോളാം, അടുത്ത മോനെ എന്ന് ഒരു പ്രാർത്ഥന അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് സർദാറുള്ള ഹിന്ദു കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും അവര് ദേവീക്ഷേത്രങ്ങളിലും ഒക്കെ പോയിട്ട് സർദാർജികൾ പ്രാർത്ഥിക്കും, എന്റെ ഒരു മോനെ ഞാൻ ഹിന്ദുവാക്കി വളർത്താം എന്ന് അവരും പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ ഇപ്പോഴും കഴിഞ്ഞു കൂടുന്നത്. പക്ഷേ ഖാലിസ്ഥാനി തീവ്രവാദം എന്ന് പറയുന്നത് അത് സിഖുകാരുടെ കൂട്ടത്തിൽ അതും ഉണ്ടാക്കി വെച്ചത് ഈ ബിന്ദ്രമാല സൃഷ്ടിച്ച ഇന്ദിരാഗാന്ധിയല്ല. ബിന്ദ്രമാല സൃഷ്ടിച്ചതും വളർത്തിയെടുത്തും ഇന്ദിരാഗാന്ധിയുടെ. അത് ഈ നല്ല ഈ ഖാലിസ്ഥാനി തീവ്രവാദം എല്ലാം പിന്നീട് ഉണ്ടായി വന്നത്. അവരിപ്പോ ഇംഗ്ലണ്ടിലും കാനഡയിലും ഒക്കെ വളരെ ശക്തമാണ്. അപ്പം ഈ തീവ്രവാദികളെ കുറിച്ച് അവരെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് അവര് രാഹുൽ ഗാന്ധിയെ മോശക്കാരനാണെന്ന് പറയില്ല. അപ്പൊ ഇപ്പൊ തന്നെ അത് കഴിഞ്ഞ ഉടനെ പണ്ണു അതിനെ വളരെ സുശക്തമായിട്ട് സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. ഖാലിസ്ഥാനികൾ അതങ്ങ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, ഇന്ത്യയിൽ സിഖ് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ മതം. ഈ സിഖ് ന്യൂനപക്ഷ മതക്കാർക്ക് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യുക. അവരുടെ മതത്തിൽ 5 ക, അതായത് ഒന്ന് കേശം, തലമുടി, പിന്നെ കച്ച എന്ന് പറയുന്നതാണ് അവരുടെ ഈ തലയിൽ കെട്ടുന്നത്, പിന്നെ കടം എന്ന് പറഞ്ഞാൽ വള, കട എന്ന് പറയും, പിന്നെ കൃപാൻ, പിന്നെ ഒരു ഒരെണ്ണം കൂടെ ഉണ്ട്, ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ 5 ക എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കൂടെ അവരുടെ ബോഡിയുടെ കൂടെ എപ്പോഴും എസെൻഷ്യൽ ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. അപ്പൊ അതില് അവരുടെ ഈ കടയും ഈ എന്താ പറയാ കച്ചയും അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് സിഖ് കമ്മ്യൂണിറ്റീനെ ഇളക്കി വിടുക. ഇവിടെ ഓൾറെഡി പിന്നെ കർഷക സമരത്തിലും ഒക്കെ ഈ ഖാലിസ്ഥാൻവാദികളായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അതിലല്ലാത്തവരെ കൂടെ ഇളക്കി വിടുക എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശം. 2, രാഹുൽ ഗാന്ധി എന്തൊക്കെ വെളിയിൽ പോയി പറഞ്ഞിട്ടുള്ളത്? സിഖുകാരുടെ കാര്യം മാത്രമല്ലല്ലോ, ഇതിനു മുമ്പ് പല പ്രാവശ്യം പോയിട്ട് എപ്പോ പോയി കഴിഞ്ഞാലും ഈ വൃത്തികേട് ഛർദ്ദിക്കുക എന്നുള്ള ഒരൊറ്റ ജോലിയാണ്. എന്റെ ഭാഷ കുറച്ച് വികടമായെങ്കിൽ ക്ഷമിക്കണം, പറഞ്ഞു പോകുന്നത് ചിലപ്പോൾ നമ്മുടെ ഈ ഇമോഷൻസ് വരുമല്ലോ രാജ്യത്തിന്റെ കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയുമില്ല, പാടെ പ്രശ്നമാണ്, എവിടെ കണ്ടാലും ഓടിച്ചിട്ട് റേപ്പ് ചെയ്യും, പെണ്ണുങ്ങളെ വെളിയിൽ കണ്ട അന്നേരം പിടിച്ച് റേപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ ഇന്ത്യയെ ചിത്രീകരിക്കുക. ഇവിടെ എല്ലായിടത്തും ഭയങ്കര കൊലപാതകങ്ങളാണ്, തെരഞ്ഞു പിടിച്ച് കൊല്ലുവാണ്, ഇവിടെ ഇന്ത്യയിൽ ഒരു അൺട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ചില ഈ പണ്ട് ഈ നൈജീരിയയിലും ഒക്കെ നടന്നത്, ചില ആഫ്രിക്കൻ കൺട്രിയിലും ഒക്കെ നടക്കുന്ന കാണത്തമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നൊരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒരു ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ കോൺഗ്രസ്സുകാരെ അടച്ച് പറയില്ല കേട്ടോ, തീർച്ചയായിട്ടും പറയില്ല, കോൺഗ്രസ്സുകാരെ അടച്ച് ഞാൻ അപേക്ഷിക്കില്ല, ഇത് ആക്ഷേപിക്കില്ല, ഇത് രാഹുൽ ഗാന്ധിയുടെ മാത്രം പ്രശ്നമാണ്. അതിനെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം 2014 വരെ വലിയ ഇതില്ലാതെ പോയിരുന്ന ഒരു രാജ്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് അഭൂതപൂർവമായ നേട്ടങ്ങളാണ് കൈവരിക്കുന്നത്. നമ്മൾ നോക്കൂ, ഇന്ത്യൻ റെയിൽവേ ലോകത്തിന്റെ കക്കൂസ് എന്നാണ് ഇന്ത്യൻ റെയിൽവേനെ അല്ലെ റെയിൽവേ പാളങ്ങളെ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത്. മാറിയിട്ട് ഒരു ട്രെയിനിനകത്തോ ട്രെയിനിന് പുറത്തോ ആ ഏരിയയിലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ ഏരിയയിലെങ്കിലും പോകാൻ പറ്റില്ല. ഏതൊരു സിനിമയിൽ വേണ്ട കൊച്ചി എത്തി എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. ഇന്നോ ഏറ്റവും ആധുനികമായ ടെക്നോളജി, ഇപ്പം പിന്നെ LHB കോച്ചുകൾ വരുന്നു, വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ വരുന്നു. അത് ഹൈവേയുടെ ഡെവലപ്മെന്റ്, കാരണം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് വരുള്ളൂ. കൺഫേം ഏതൊരു ബിസിനസ്സിനും ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അത്യാവശ്യമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, എക്കണോമി, ഫ്രാജൈൽ 5 എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകാൻ പോകുന്ന 5 എക്കണോമികളിൽ ഒന്നായിരുന്നു 2014 ഇന്ത്യ. റേറ്റിംഗ് നമ്മുടെ അല്ല, ഗ്ലോബൽ റേറ്റിംഗ് ആണ്. ഇന്ത്യ വാസ് ഇൻ ഫ്രാജൈൽ 5 എക്കണോമി, വൺ ഓഫ് ദി ഫ്രാജൈൽ 5 എക്കണോമി ആയിരുന്നില്ലേ. ഇന്ന് ലോകത്തിലെ ടോപ്പ് 5 ഇന്ത്യ നിൽക്കുന്നു. ഈ ഒരു ഗ്രോത്ത് രാഹുൽ ഗാന്ധിക്ക് പ്രശ്നമാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പൈസ ഉണ്ട്.
ഇവരെ പറഞ്ഞ് ഞങ്ങൾ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞിരുന്നല്ലോ 1 ലക്ഷം രൂപ വരെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും, സ്ത്രീകളുടെ എല്ലാ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ വീതം, 8500 രൂപ വീതം, കട്ടാ കട്ട് കട്ടാ കട്ട് കട്ടാ കട്ട് എന്ന് പറഞ്ഞുള്ള ധൈര്യം എവിടുന്ന വന്ന്. അതുപോലെ പൈസയുണ്ട് ഇന്ത്യയില്. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എത്രയായിരുന്നു 2014? 200 ബില്യൺ ആയിരുന്നല്ലോ. ഇന്ന് എത്രയാണ്? ഇതോടെ 600 ബില്യന്റെ മേലിലല്ലേ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ്. തൊഴിലില്ലായ്മ, രാഹുൽ ഗാന്ധി അമേരിക്ക പോയി പറഞ്ഞാണ് ഇന്ത്യയിൽ ജോലിയില്ല, ചൈനയില് തൊഴിലില്ലായ്മ ഒരു പ്രശ്നമല്ല, ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഭയങ്കര പ്രശ്നമാണെന്ന്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ചൈനയിലെ തൊഴിലില്ലായ്മ ഇപ്പൊ മാസ് ഓഫ് നൗ 26%. 26%, അതായത് കാൽഭാഗം ചൈനീസ് പോപ്പുലേഷന്റെ കാൽഭാഗത്തിന് തൊഴിലില്ല. ഇതാണ് ചൈനയിലെ അവസ്ഥ. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ റേറ്റ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കും. നമ്മൾ ഒരുപാട് ഇംപ്രൂവ് ചെയ്തു. അതിന്റെ കാരണങ്ങൾ സർക്കാർ തൊഴിലുകൾ സ്രഷ്ടിക്കുക എന്നുള്ളതല്ല തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു മാർഗം. തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, മുദ്രാ ലോൺ വഴി, അതുപോലെ MSME സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്, SME ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി, അതുപോലെ തന്നെ ഒരുപാട് ചൈനയിലുണ്ടായിരുന്ന കമ്പനികൾ, ഇപ്പൊ ആപ്പിൾ, ഐഫോണും സാംസങ്ങും എല്ലാം ഇന്ത്യയിലേക്ക് വന്ന് മാനുഫാക്ചറിങ് തുടങ്ങി ചൈന വിട്ടിട്ട്. എത്രായിരം പേർക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്കല്ലേ തൊഴിൽ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് സംരംഭങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഒരുപാട് താഴെ വന്ന് നിൽക്കുന്ന സമയത്താണ് പറയുന്നത് ചൈനയിലെ തൊഴിലില്ലായ്മ ഒരു വിഷയമല്ല എന്ന്. ഇന്ത്യയുടെ എക്കണോമി മഹാ തല്ലിപ്പൊളി തകർന്നിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ എക്കണോമി തകർന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ കാരണം മറ്റൊന്നുമില്ല, ഇതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക്, കാരണം വരുന്നതിനെ അവർക്ക് ഭയമുണ്ടാകണം, ഭയപ്പെടുത്തണം. ഈ ഫിയർ മോങ്കറിങ് ആണല്ലോ ഇവരുടെ എല്ലാം പ്രോഗ്രാം. ഇവിടെ വന്നു കഴിഞ്ഞാലും അതെ, ഹിന്ദുക്കളെ ഒരുമാതിരി ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്നവരെ ഒരുമാതിരി ഗിൽറ്റ് ക്രിയേറ്റ് ചെയ്യുക. വെളിയിൽ പോയി കഴിഞ്ഞാൽ ഫിയർ മോങ്കറിങ്. അപ്പൊ അവർ ഇന്ത്യയിൽ ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ ഒരു കമ്പനിയുടെ ഡയറക്ടർ ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ, അയ്യോ ഞാൻ ഇന്ത്യയിലേക്കില്ല, ഇന്ത്യയിൽ ചെന്ന് അപ്പോഴേ ബലാത്സംഗം ചെയ്ത് കൊന്നുകളെ. ഇങ്ങനെ ഒരു നറേറ്റീവ് ക്രിയേറ്റ്. ആരാ പറയുന്നത്? ഭരണഘടന ചുമതലയുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത്. ഇന്ത്യയിലെ ഒപ്പോസിഷൻ ലീഡർ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ഒപ്പോസ് ചെയ്യുക എന്ന നിർവചനമാണെന്ന് ഇവരോട് ആരാ പറഞ്ഞു കൊടുത്തത്? നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയെ പോലുള്ള ആളുകൾ ഒപ്പോസിഷൻ ലീഡേഴ്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ. ഓരോ ഇഷ്യൂ വന്നപ്പോഴും അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്തത് നമ്മളൊന്ന് പഠിച്ചു നോക്കണം. ഇവിടെ ഒപ്പോസ് ചെയ്യുക, രാജ്യത്തിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് ഇവർ പോയിരിക്കുന്നത്. പക്ഷെ വെളിയിൽ നോക്കുമ്പോൾ ഇപ്പൊ ഇസ്രായേലിൽ തന്നെ പ്രശ്നം വന്നു. ബെഞ്ചമിൻ നെതന്യാഹു സ്റ്റാൻഡ് എടുത്തു, ഞങ്ങള് ഇവരെ പാലസ്തീൻ അല്ലല്ലോ, ഹമാസ് തീവ്രവാദികളെ ഇല്ലാതാക്കുമെന്ന്. പ്രതിപക്ഷം പറഞ്ഞു കൂടെ ഉണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അത് എളുപ്പം തീർത്തേച്ച് വെളിയിറങ്ങണം, ഞങ്ങൾക്ക് ഇനി ഭരിക്കാൻ കാരണം ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. അത് കാര്യം വേറെ. നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് പൊളിറ്റിക്കലി ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ഈ ഹമാസിന്റെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നിങ്ങൾ രാജിവെച്ചോണം, അടുത്ത ഇലക്ഷൻ നടത്തണം എന്ന് പ്രതിപക്ഷം പറഞ്ഞു. അപ്പൊ ഹമാസിന്റെ പ്രശ്നം പരിഹരിക്കുന്നവരെ ഞങ്ങൾ കൂടെ ഉണ്ട്. അത് എല്ലാ രാജ്യങ്ങളിലും, അമേരിക്കയിൽ. അപ്പൊ